മുഖ്യമന്ത്രിയുടെ മകന് ഇ.ഡി. സമൻസ് ലഭിച്ചെന്ന് താൻ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന് CPIM ജനറൽ സെക്രട്ടറി M.A. ബേബി. തന്റെ വാക്കുകൾ മാധ്യമങ്ങൾ വളച്ചൊടിച്ചു. വിഷയത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് പാർട്ടി നേതൃത്വത്തിന്റെയും നിലപാടെന്ന് M.A. ബേബി പറഞ്ഞു. ഞാൻ പറഞ്ഞത് പൊതുവിൽ കൂട്ടിലടച്ച തത്തയെന്ന് സുപ്രീം കോടതി വിശേഷിപ്പിച്ച ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കെട്ടിച്ചമച്ച് ഒരുപാട് വാർത്തകൾ സൃഷ്ടിക്കുന്നുണ്ട്, കേസുകൾ ചാർജ് ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഇവിടെ സംഭവിച്ചതായിട്ട് എനിക്കറിയുന്നില്ല. ഇത് സമൻസ് കിട്ടിയെന്നോ ഒന്നും സ്ഥിരീകരിച്ചിട്ട് ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായ യാതൊന്നും ഇവിടെ സംഭവിച്ചതായിട്ട് അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ ഓർമ്മയിൽ നിന്ന് വീണ്ടെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പം അവർ പറഞ്ഞു, അല്ല ഇത് ഇത്രാം തീയതി ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്, 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 2 വർഷം മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നടപടി ഉണ്ടായത്? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് കെട്ടിച്ചമച്ചതാണ്, അസംബന്ധമാണെന്നാണ് അതിൻ്റെ അർത്ഥം. അത്രയേ ഉള്ളൂ. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, M.A. ബേബി കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശമാണ്, ഇങ്ങനെ ഈ സമൻസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിൽ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷം വലിയ രീതിയിൽ ആയുധമാക്കിയത്. വലിയ രീതിയിൽ ചർച്ചയാവുകയും മുഖ്യമന്ത്രിക്കടക്കം അതിൽ അതൃപ്തിയുണ്ട് എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ അതിലൊരു വിശദീകരണം ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. ഈ വിവാദത്തിൻ്റെ ആ ഭാഗം ഇതോടുകൂടി ക്ലിയർ ആവുന്നുണ്ടോ? മറ്റൊന്ന്, ഇപ്പോഴും ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയും ആ വിഷയം ഏറ്റെടുക്കുന്നുണ്ട്, ശക്തമായി തന്നെ ഏറ്റെടുക്കുന്നുണ്ട് പ്രതിപക്ഷം. എന്തുകൊണ്ട് ഈ സമൻസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ഉണ്ടായില്ല എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന് ശേഷവും പ്രതിപക്ഷം സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ആക്രമിക്കുന്നത് കാണുന്നു. ബൽറാം നെടുങ്ങാടി. റിജിത്ത്, ചെന്നൈയിൽ ഇതുമായി ബന്ധപ്പെട്ട M.A. ബേബി നടത്തിയ പ്രതികരണം അത് സ്ഥിരീകരിക്കുന്നതായിരുന്നു, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകന് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസ് ലഭിച്ചത് സ്ഥിരീകരിച്ചു എന്നുള്ള കാര്യമാണ് M.A. ബേബി ഈ ഒരു ഘട്ടത്തിൽ തള്ളുന്നത്. അത്തരത്തിലുള്ള പ്രതികരണം ജനറൽ സെക്രട്ടറി നടത്തിയതിൽ മുഖ്യമന്ത്രിക്കടക്കം സംസ്ഥാന പാർട്ടി നേതൃത്വത്തിന് അതൃപ്തിയുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രതികരണത്തിൽ ഇത് നിഷേധിച്ചത് വിവാദമായിരുന്നു. ഇക്കാര്യത്തിലാണ് അദ്ദേഹം ഇന്ന് വിശദീകരണം നൽകിയിരിക്കുന്നത്. താൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും തമ്മിൽ ഉള്ളടക്കത്തിൽ വ്യത്യാസമില്ല. അതായത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ളത് അസംബന്ധമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ED-യെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമങ്ങളും ചേർന്ന് നടത്തുന്ന അസംബന്ധമാണ് ഇത് എന്നാണ് M.A. ബേബിയുടെ പ്രതികരണം. ED-യെ സഹായിക്കുന്ന ചില മാധ്യമങ്ങളും പടച്ചുവിട്ട വാർത്തയാണ് ഈ ED നോട്ടീസുമായി ബന്ധപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ നടപടി ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കെട്ടിച്ചമച്ചതാണ്, അസംബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. ഈ താൻ പറഞ്ഞതിനെന്നാൽ മാധ്യമങ്ങൾ മറ്റ് ചില വ്യാഖ്യാനങ്ങൾ നൽകിയതാണ് എന്നും സമൻസ് ലഭിച്ചതായി ഉള്ള വാർത്തകൾ അത് വ്യാഖ്യാനങ്ങൾ മാത്രമാണ് എന്നുമാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയതോടുകൂടി ഇതിലെ വിവാദങ്ങൾ അവസാനിച്ചു എന്നുമാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ശരി, ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.